സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ പേരാമ്പ്രയിലെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയുടെ നടപടിയിൽ യു.ഡി.എഫ് ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ കാര്യങ്ങളിൽ സ്വന്തമായ തീരുമാനമെടുക്കരുതെന്ന് ലീഗ് ജില്ലാ നേതൃത്വം ഫാത്തിമയ്ക്ക് കർശന നിർദ്ദേശവും നൽകി. മെറ്റീരിയൽ റൂം തുറക്കുന്നതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ അതേസമയം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ ഞാൻ സംസാരിച്ചു, സ്ഥാനാർത്ഥിയെ ഞാൻ ചോദിച്ചു, ഏജന്റിനെ ഞാൻ വിളിച്ചു. രണ്ടുപേരും അറിയില്ല, അവരാരും അറിയാത്തൊരു വിഷയം. പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറന്നത് സ്ഥാനാർത്ഥിയോ ഏജന്റിനെയോ അറിയിക്കാതെയാണെന്നാണ് കോഴിക്കോട് യു.ഡി.എഫ് ജില്ലാ നേതൃത്വം ഇന്നലെ ആദ്യം ആരോപിച്ചിരുന്നത്. എന്നാൽ റൂം തുറക്കുന്ന വിവരം അറിഞ്ഞിരുന്നതായി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതോടെ ആദ്യ ആരോപണത്തിൽ നിന്ന് നേതാക്കൾക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. ഞാൻ പറയട്ടെ, 8 മണിക്ക് വന്ന കോളാണ് 9 മണിക്ക് ഇവിടെ എത്തണം എന്നുള്ളത്. മെറ്റീരിയൽ റൂം തുറക്കുന്ന കാര്യം ഭരണാധികാരി അറിയിച്ചപ്പോൾ തന്നെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കാത്ത ഫാത്തിമ തെഹ്ലിയുടെ നടപടിയാണ് നേതാക്കൾക്ക് ആശയക്കുഴപ്പത്തിനിടയാക്കിയത്. ഇതിൽ ലീഗ് യു.ഡി.എഫ് ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. സ്ട്രോങ് റൂം 24 മണിക്കൂർ നിരീക്ഷിക്കാൻ യു.ഡി.എഫ് നേതൃത്വം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കെ ആരെയും അറിയിക്കാതെ റൂം തുറക്കാൻ പോയത് ശരിയായില്ലെന്നാണ് ജില്ലാ യു.ഡി.എഫ് നേതൃത്വത്തിൻ്റെ നിലപാട്. യുവനേതാവിൻ്റെ പരിചയക്കുറവായാണ് ഇതിനെ നേതൃത്വം വിലയിരുത്തുന്നത്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടോ മറ്റോ ഔദ്യോഗിക നടപടികളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുതെന്ന കർശന നിർദ്ദേശം ഇന്നലെ തന്നെ നേതാക്കൾ ഫാത്തിമയ്ക്ക് നൽകി. അതിനിടെ മെറ്റീരിയൽ റൂം തുറക്കുന്നതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചു. സീൽ ചെയ്ത റൂമല്ല തുറന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികളെന്നും കളക്ടർ വിശദീകരിച്ചു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.